ബാഹുലേയൻ സാറിനെ ഒന്ന് കാണണമല്ലോ. ഇവിടെ ഇല്ല. എവിടെ പോയി? അറിയില്ല. എപ്പോ വരും? അറിയില്ല. ചത്തോ അതോ ഉണ്ടോ? അറിയില്ല. തനിക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? അറിയില്ല. എന്തൊരു സാധനോടെ. AC ഓൺ ചെയ്യ്. ഓണാ സർ. ആണോ? ഹലോ, എന്തായി? എന്തായി? ബാഹുലേയൻ പോയിട്ട് അവന് തന്ത വരത്തില്ല. ദിവാകരൻ ബാഹുലേയൻ, ദിവാകരൻ ബാഹുലേയൻ, ദിവാകരൻ ബാഹുലേയൻ, ദിവാകരൻ ബാഹുലേയൻ. ബാഹുലേയൻ ഹാജരില്ലാത്തതിനാൽ ഇന്നത്തെ സിറ്റിംഗ് നിർത്തിവച്ചിരിക്കുന്നു. ഞാൻ ബാഹുലേയൻ, ഡി ബാഹുലേയൻ. ഒബ്ജക്ഷൻ യുവർ ഓണർ. കക്ഷി തെളിവ് നൽകേണ്ട സമയത്ത് ഇവിടെ ഹാജരായിരുന്നില്ല. ഇന്ന് സിറ്റിംഗ് നിർത്തിവെച്ചതായി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മിസ്റ്റർ ബാഹുലേയനെ മൊഴി നൽകാൻ അനുവദിച്ചുകൂടാത്തതാണ്. യുവർ ഓണർ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ബാഹുലേയനെ മൊഴി നൽകാൻ അനുവദിക്കേണ്ടതാണ്. വളരെ വിവാദപരമായ ഒരു കേസിന്റെ തെളിവെടുപ്പാണ്. സത്യാന്വേഷണം സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടുകൂടാ. മിസ്റ്റർ ബാഹുലേയൻ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ദൈവം സാക്ഷി. ദൈവം സാക്ഷി. വയറക്കാട് ഡാമിന്റെ സബ് കോൺട്രാക്ടർ ആയിരുന്ന എന്നെ ഈ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ചില തൽപര കക്ഷികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതായി ഞാൻ കമ്മീഷൻ മുമ്പാകെ അറിയിക്കുന്നു. വാറുണ്ണിയുടെ സബ് കോൺട്രാക്ടർ ആയിരിക്കെ പവർ ഓഫ് അറ്റോർണി അനുസരിച്ച് ബില്ല് തുക ബാങ്കിലൂടെയായിരുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എഗ്രിമെന്റ് തുക 70 കോടി രൂപയാണെങ്കിലും 40 കോടി രൂപ കൊണ്ട് ഡാമിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചു എന്നതിന് വ്യക്തമായ കണക്കുകൾ എന്റെ കൈവശമുണ്ട്. ബാക്കി വന്ന 30 കോടി രൂപ മന്ത്രി സദാശിവൻ തന്നെ കൈപ്പറ്റിയതായി രേഖയുണ്ട്. വാറുണ്ണിയുമായുള്ള കത്തിടപാടുകളുടെ കോപ്പിയും ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ മറ്റെല്ലാ രേഖകളും ഈ ഫയലിലുണ്ട്. മിസ്റ്റർ ബാഹുലേയൻ, നിങ്ങൾക്ക് ഹാജരാക്കാനുള്ള രേഖകൾ കമ്മീഷന് കൈമാറാം. ആ തലതെറിച്ചോമെന്ന് മൊഴി കൊടുത്തു. അറിഞ്ഞു. ഏരശനി തീർന്നില്ലെന്ന് തോന്നുന്നു. ആ ജഡ്ജിയാണെങ്കിൽ ഹരിചന്ദ്രനേക്കാ കഷ്ടമാ. സാരമില്ല, എവിടെ ഒരു ലൂപ്പ് ഹോള് കാണുമല്ലോ. അയാൾക്കൊരു മോളുണ്ട്, ഊമയാ. സംസാരിക്കുമായിരുന്നു, ഇപ്പൊ അതില്ല. പക്ഷെ ചെവി കേൾക്കാം. കൊട്ടുകൂടി കാര്യം എന്തെന്ന് പറ. അതല്ലേ പറഞ്ഞു വരുന്നത്. നമ്മുടെ ദിനേശൻ ആ പെണ്ണിനെ കെട്ടുന്നു. അതിന് അവൻ സമ്മതിക്കൂ? അഥവാ അവൻ സമ്മതിച്ചാൽ തന്നെ ജഡ്ജി സമ്മതിക്കൂ? അതൊക്കെ വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ കൊച്ചു കേരളം മാത്രമല്ല, സകല സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന കേന്ദ്രം വരെ ഭരിക്കാനുള്ള ബുദ്ധി ഈ തലയ്ക്കകത്തുണ്ട്. And so to conclude the report, Commission has come to the point that the charges leveled against Mr. Ongallur Sadashivan
അകത്തേക്ക് വരാമായിരിക്കുമല്ലോ അല്ലേ? വെളിച്ചത്തിരുന്ന് പറയേണ്ട ഒരു കാര്യമാണ്. നാളത്തെ ദിവസമാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാനൊട്ട് പറ്റിയതുമല്ല. കണ്ടോ, ശുഭലക്ഷണമാ. ഇത്ര ചേർച്ചയുള്ള ഒരു ജാതകം കണ്ടിട്ടില്ലെന്നാ ജ്യോത്സ്യനും പറയുന്നത്. ആരുടെ ജാതകം? സാറ് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ? ആഹാ, അപ്പൊ മാലതിയമ്മയൊന്നും പറഞ്ഞില്ലേ? നല്ല കുടുംബമാ. പയ്യനെ പറ്റി നാട്ടിൽ എല്ലാവർക്കും നല്ല മതിപ്പുവാ. പയ്യനും വീട്ടുകാർക്കും കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മിസ്റ്റർ വെട്ടുകുഴി, ഞാനിപ്പോ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി തീർക്കുന്ന തിരക്കില്ല. നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. അല്ല, കല്യാണം ഉടനെ നടത്തണമെന്നില്ല. റിപ്പോർട്ട് സമർപ്പിച്ച് സാറിന്റെ റിട്ടയർമെന്റും കഴിഞ്ഞ് പതുക്കെ മതി. പൊതിയനെ സംശയിക്കരുതല്ലോ. പയ്യൻ ഏതാന്ന് പറഞ്ഞില്ലല്ലോ. അറിയും, ഡോക്ടർ ദിനേശൻ. അന്ന് ഡാൻസ് പ്രോഗ്രാം നടന്നപ്പോ പരിചയപ്പെടുത്തിയില്ലേ? നമ്മുടെ മന്ത്രി സദാശിവന്റെ മകനാ. ഒരിക്കൽ നിങ്ങളിവിടെ കയറി വന്നപ്പോ ഞാൻ മാന്യമായി പെരുമാറി തെറ്റായി. യു പ്ലീസ് ക്ലിയർ ഔട്ട്. സാർ, ഞാൻ അതെ, യു പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഇനിയും ആര് വരുമെന്ന് കരുതിയാ കാത്തിരിക്കുന്നേ? നമ്മുടെ മോൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ? ഇല്ല മാലതി. ദിനേശിന് എന്താ ഒരു കുറവ്? മന്ത്രി സദാശിവന്റെ മകനല്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. മാലതി ഒരു ജഡ്ജിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്. ശബരി ഇതുവരെ പോയില്ലേ? ഇല്ല, ശേഖരേട്ടൻ ഈ നിലയിൽ ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. സന്തോഷായി. എന്റെ കർമ്മത്തിന് ഫലം ഉണ്ടായല്ലോ. തന്റെ കാര്യ കഷ്ടം. ബന്ധങ്ങളെ മാനിക്കാത്തവർ, അവരെത്ര വലിയ മഹാന്മാരായാലും എനിക്ക് മതിപ്പൊന്നുമില്ല. താൻ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കരുത്. അഴിമതി വീര കാട്ടുകള്ള അധികാരക്കൊടി തീർന്നില്ലേ? കട്ട് കട്ട് മുടിച്ചില്ലേ? മന്ത്രി കസേര ധരിച്ചില്ലേ? ഇതുപോലൊരു നാവിയ മന്ത്രിയെ കേരള മക്കൾ കണ്ടിട്ടില്ല. ഉപ്പിന് നികുതി, സോപ്പിന് നികുതി, തൊട്ടതിനൊക്കെ നികുതി. തൃപ്തിയായല്ലോ. അച്ഛനിപ്പോ ആവശ്യത്തിലധികം കിട്ടിയില്ലേ? ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഈ മനുഷ്യനാണ് എല്ലാം നശിപ്പിച്ചത്. എന്റെ പേര് കൂടി ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ദിനേശ്, അതൊക്കെ നമ്മളൊരു... നിങ്ങൾ ഒന്നും പറയണ്ട. എന്തിനു വേണ്ടിയാ നിങ്ങൾ ആ ജഡ്ജിയുടെ അടുത്തെന്ന് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത്? നിങ്ങളെ ഞാൻ അതിന് ചുമതലപ്പെടുത്തിയിരുന്നോ? അതൊക്കെ അങ്ങനെ വേണ്ടി വന്നു. ചെയ്യാവുന്നിടത്തോളം വൃത്തികേടുകളൊക്കെ ചെയ്തിട്ട് വേണ്ടി വന്നു എന്ന്. നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരാ നാട് ഈ നിലയിലാക്കിയത്. ഇപ്പോഴെങ്കിലും ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി അച്ഛന് പറയാമോ സർവ്വബന്ധങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന്? ദിനേശ, ഞാൻ പറയുന്നു, പ്ലീസ് നിങ്ങളൊന്ന് പുറത്തു പോകാമോ? എന്റെ അച്ഛൻ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ.